വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓർമ്മിക്കുക, എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിലും വളരെ കുറച്ചുപേർ മാത്രം അത് കണ്ടെത്തുന്നു. നമ്മുടെ ജീവിത വീക്ഷണം, കാഴ്ചപ്പാട്, മനോഭാവം ഇതെല്ലാം ജീവിതത്തെ സാരമായി ബാധിക്കും. സന്തോഷം കണ്ടെത്തുന്നവൻ ദൈവമാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കുന്നു. യുക്തിക്കതീതമായ തലങ്ങളിൽ അവന്റെ മനസ്സ് സഞ്ചരിക്കുന്നു. ദൈവമാകുന്ന ഉന്നത വിഹായസിലേക്ക് അവൻ പറന്നുയരുന്നു. നെല്ലും പതിരും വേർതിരിക്കുന്നതുപോലെ ലോകത്തിന്റെ അരൂപി ഏതാണ്, ദൈവത്തിന്റെ അരൂപി ഏതാണ് എന്നവർ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതോടൊപ്പം ദൈവാരൂപിയുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് ദിവ്യാരൂപിയാൽ മാത്രം നയിക്കപ്പെടുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ ദൈവിക സ്നേഹം പരിശുദ്ധ ത്രിത്വത്തിന്റെ തന്നെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നു. ദൈവസ്നേഹമാകുന്ന ഈ മഹാസമുദ്രത്തിൽ നീന്താൻ പഠിക്കുന്നത് ഒരു വലിയ കലയാണ്. ഏതൊരു കലയും നിരന്തരമായ അഭ്യാസനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാനാവൂ. നമ്മുടെ തന്നെ ആഴങ്ങളിൽ കുടികൊള്ളുന്ന ദൈവത്തിലേക്ക് നാം ഊളയിട്ടിറങ്ങണം. മനസ്സിന്റെ പരിവർത്തനത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവൂ. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ തന്നെ സഞ്ചരിക്കണം. ഉയർന്നു പറക്കുവാൻ ദൈവം നമുക്ക് ചിറകുകൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. മാത്രമല്ല, നമ്മുടെ ചിറകുകൾക്ക് ഭാരം കൂട്ടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ലൗകിക വ്യാമോഹങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകണം. ബാഹ്യലോകവുമായി ഒട്ടിച്ചേരുന്ന മനസ്സ് ദൈവവുമായി ഒട്ടിച്ചേരുകയില്ല. മാത്രമല്ല, അത് അസ്വസ്ഥവും ഭാരമുള്ളതുമായിരിക്കും. നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത ദൈവമാകിയാൽ അത് ദൈവത്തിൽ തന്നെ വിശ്രമിക്കട്ടെ. ദൈവമക്കളായ നമ്മൾ ദൈവത്തെ പോലെ ജീവിക്കണം. ഈ ലോകത്തിന് നാം അടിമകളാകരുത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞവൻ ജീവനിലേക്ക് നമ്മെ നയിക്കട്ടെ. ഈ വിശ്വാസവും ബോധ്യവും വഴി എല്ലാവരും വിശുദ്ധരായി തീരുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കൊടും കാറ്റുപോലെ വീശി, പെരുമാറി പോലെ പെയ്ത്, വെൺപ്രാവു പോലെ പറന്നിറങ്ങൂ പരിശുദ്ധാത്മാവേ. മേഘപ്പാളി കീറി ഇടിമുഴക്കത്തോടെ അഗ്നിനാവു പോലിറങ്ങൂ പരിശുദ്ധാത്മാവേ. കൊടും കാറ്റ് പോലെ വീശി, പെരുമാറി പോലെ പെയ്ത്, വെൺപ്രാവു പോലെ പറന്നിറങ്ങൂ പരിശുദ്ധാത്മാവേ. മേഘപ്പാളി കീറി ഇടിമുഴക്കത്തോടെ അഗ്നിനാവു പോലിറങ്ങൂ പരിശുദ്ധാത്മാവേ. അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു നീ നൽകണേ. ലോകം മുഴുവൻ സാക്ഷിയായി ധീരരായി പോകുവാൻ അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു
സാക്ഷിയായി ധീരരായി പോകുവാൻ ശങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും തീഷ്ണതയും നൽകണേ ആത്മാവേ. ശങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും തീഷ്ണതയും നൽകണേ ആത്മാവേ. കൊടും കാറ്റുപോലെ വീശി പെരുമാറി പോലെ പെയ്ത് വെൺപ്രാവു പോലെ പറന്നിറങ്ങും പരിശുദ്ധാത്മാവേ. മേഘപാളി കീറി ഇടിമുഴക്കത്തോടെ അഗ്നിനാവു പോലിറങ്ങൂ പരിശുദ്ധാത്മാവേ. വാൾമുനയുടെ മുൻപിലും സിംഹത്തിന്റെ കുഴിയിലും പ്രവാചകർക്ക് ജയമൊരുക്കി പരിശുദ്ധാത്മാവേ. വാൾമുനയുടെ മുൻപിലും സിംഹത്തിന്റെ കുഴിയിലും പ്രവാചകർക്ക് ജയമൊരുക്കി പരിശുദ്ധാത്മാവേ. തീച്ചൂളതൻ നടുവിലും തടവറയുടെ ഉള്ളിലും പ്രവാചകരെ സംരക്ഷിച്ച പരിശുദ്ധാത്മാവേ. തീച്ചൂളതൻ നടുവിലും തടവറയുടെ ഉള്ളിലും പ്രവാചകരെ സംരക്ഷിച്ച പരിശുദ്ധാത്മാവേ. അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു നീ നൽകണേ. ലോകം മുഴുവൻ സാക്ഷിയായി ധീരരായി പോകുവാൻ അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു നീ നൽകണേ. ലോകം മുഴുവൻ സാക്ഷിയായി ധീരരായി പോകുവാൻ ശങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും തീക്ഷ്ണതയും നൽകണേ ആത്മാവേ. ശങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും തീക്ഷ്ണതയും നൽകണേ ആത്മാവേ. കൊടും കാറ്റുപോലെ വീശി പെരുമാറി പോലെ പെയ്ത് വെൺപ്രാവു പോലെ പറന്നിറങ്ങും പരിശുദ്ധാത്മാവേ. മേഘപാളി കീറി ഇടിമുഴക്കത്തോടെ അഗ്നിനാവു പോലിറങ്ങൂ പരിശുദ്ധാത്മാവേ. രക്തസാക്ഷികൾ ചുടുനീണം വീർത്തുവാൻ വിശ്വാസതീഷ്ണരാക്കിയ പരിശുദ്ധാത്മാവേ. ധീരരക്തസാക്ഷികൾ ചുടുനീണം വീർത്തുവാൻ വിശ്വാസതീഷ്ണരാക്കിയ പരിശുദ്ധാത്മാവേ. ഈ കാലഘട്ടമേകിടും വിശ്വാസശോധനയെങ്കിൽ ആത്മശക്തി പകരണേ പരിശുദ്ധാത്മാവേ. ഈ കാലഘട്ടമേകിടും വിശ്വാസശോധനയെങ്കിൽ ആത്മശക്തി പകരണേ പരിശുദ്ധാത്മാവേ. അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു നീ നൽകണേ. ലോകം മുഴുവൻ സാക്ഷിയായി ധീരരായി പോകുവാൻ അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു നീ നൽകണേ. ലോകം മുഴുവൻ സാക്ഷിയായി ധീരരായി പോകുവാൻ ശങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും
തീക്ഷ്ണതയും നൽകണേ ആത്മാവേ. ചങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും തീക്ഷ്ണതയും നൽകണേ ആത്മാവേ. കൊടുങ്കാറ്റുപോലെ വീശി പെരുമാറി പോലെ പെയ്ത് വെൺപ്രാവു പോലെ പറന്നിറങ്ങൂ പരിശുദ്ധാത്മാവേ. മേഘപ്പാളി കീറി ഇടിമുഴക്കത്തോടെ അഗ്നിനാവു പോലിറങ്ങൂ പരിശുദ്ധാത്മാവേ. അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു നീ നൽകണേ. ലോകം മുഴുവൻ സാക്ഷിയാൽ ധീരരായി പോകുവാൻ അഭിഷേകത്തിൻ പെരുമഴ നിൻ ദാസർക്കു നീ നൽകണേ. ലോകം മുഴുവൻ സാക്ഷിയാൽ ധീരരായി പോകുവാൻ ശങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും തീക്ഷ്ണതയും നൽകണേ ആത്മാവേ. ചങ്കുറപ്പും കരുണുറപ്പും നൽകണേ ആത്മാവേ. വിശ്വാസവും തീക്ഷ്ണതയും നൽകണേ ആത്മാവേ.